ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള സർവകലാശാല യൂണിയൻ. ആ സർവകലാശാല യൂണിയൻ അധികാരത്തിൽ വന്ന ദിവസം മുതൽ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഉയർത്തി ആ വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ച ഒരു യൂണിയനാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലുള്ളത്. ഈ സർവകലാശാല യൂണിയനെ സംബന്ധിച്ച് വൈസ് ചാൻസലർ നിലയിൽ ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരാതി സർവകലാശാല വൈസ് ചാൻസലർ ഉന്നയിച്ചിട്ടില്ലെന്നത് വളരെ പ്രത്യേകമായി നാം കാണുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരാതിയില്ലാത്തൊരു യൂണിയൻ, സർവകലാശാലയ്ക്ക് പരാതിയില്ലാത്തൊരു യൂണിയൻ, സർവകലാശാല പ്രവർത്തനങ്ങളെ വളരെ മാതൃകാപരമായി ഏറ്റെടുത്തൊരു യൂണിയൻ, ആ യൂണിയന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പരിപാടിയായ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കേണ്ട കലോത്സവം നടത്തണമെന്ന ന്യായമായ ആവശ്യം ആ കലാലയ യൂണിയൻ മുന്നോട്ട് വെക്കുമ്പോഴാണ് രാഷ്ട്രീയ വിരോധം കൊണ്ട് ഈ സർവകലാശാല വൈസ് ചാൻസലർ ഈ യൂണിയനെ കൊണ്ട് കലോത്സവം നടത്താൻ അനുവദിക്കില്ല എന്ന ഏറ്റവും ഹീനമായ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, ആരോടാണ് ഈ ബിസിക്ക് ശത്രുത? ആരോടുള്ള ശത്രുതയുടെ പേരിലാണ് വിദ്യാർത്ഥികളുടെ കലോത്സവം നടത്താൻ അനുവദിക്കില്ല എന്ന ഏറ്റവും നിഷ്ഠൂരമായ സ്റ്റാൻഡ് സർവകലാശാലയുടെ ബിസി സ്വീകരിക്കുന്നത്? ഞങ്ങളോട് മോഹനൻ കുന്നുമലിന് ശത്രുതയുണ്ടാവും, ഞങ്ങൾക്കറിയാം. SFIക്കാരോട് കേരള സർവകലാശാലയിൽ ഓട് പൊളിച്ച് RSSകാരൻ ഇറക്കിയിരുത്തിയിരിക്കുന്ന മോഹനൻ കുന്നുമലിന് ശത്രുതയുണ്ട്, ഞങ്ങൾക്കറിയാം. കാരണം SFI എന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം RSSനോട് ജീവൻ കൊടുത്ത് പോരാടാൻ ഈ കേരളത്തിന്റെ തെരുവോരത്തണി നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അപ്പൊ ഞങ്ങളോട് മോഹനൻ കുന്നുമൽ ശത്രുതയുണ്ടാവും, RSSന് ശത്രുതയുണ്ടാവും. SFIയോട് RSSനുള്ള മോഹനൻ കുന്നുമലുള്ള ശത്രുത തീർക്കേണ്ടത് ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥികളുടെ നെഞ്ചത്തല്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോടുള്ള ശത്രുത ഞങ്ങൾക്ക് നേരെയാണ് തീർക്കേണ്ടത്. മിസ്റ്റർ മോഹനൻ കുന്നുമൽ, നിങ്ങളെ ബാക്ക് ചെയ്യുന്ന കേരളത്തിലെയും രാജ്യത്തെയും വർഗീയവാദികളായ RSSകാരെ SFIയോടുള്ള നിങ്ങളുടെ ശത്രുത നിങ്ങൾ തീർക്കേണ്ടത് ഞങ്ങൾക്ക് നേരെയാണ്. ഞങ്ങളുടെ 14 സഖാക്കളെ നിങ്ങൾ ഈ കേരളത്തിനകത്ത് കൊലപ്പെടുത്തിയിട്ടും ഞങ്ങളോടുള്ള കലി അവസാനിക്കുന്നില്ലെങ്കിൽ ഇനിയും ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേരെ നിങ്ങൾ വന്നോ ചങ്കുറപ്പോടെ കേരളത്തിലെ SFI RSSനെ നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ ആ ശത്രുത നിങ്ങൾ തീർക്കേണ്ടത് ഈ കേരള സർവകലാശാലയിലെ ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മുകളിലല്ല എന്ന് വിനയത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. ഈ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ, ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കൾ, അവൻ്റെ മക്കൾക്ക് കലോത്സവത്തിൽ പങ്കെടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായാൽ ആ ആഗ്രഹത്തെ മിസ്റ്റർ മോഹനൻ കുന്നുമൽ നിങ്ങൾ അതിമോഹം എന്നാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ കേരള സർവകലാശാലയിലെ ഏറ്റവും സാധാരണപ്പെട്ടവൻ്റെ മക്കൾക്ക് നാടകോത്സവം നടത്തണമെന്ന് ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ ആവശ്യത്തെ മിസ്റ്റർ കുന്നുമൽ നിങ്ങൾ അതിമോഹമെന്നാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ സർവകലാശാല ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ ഒരു കോൺക്ലേവ് നടത്തണമെന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ ആ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർവകലാശാലയിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുമ്പോൾ അവരുടെ ആഗ്രഹത്തെ മിസ്റ്റർ കുന്നുമൽ നിങ്ങൾ അതിമോഹമെന്നാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ദന്തഗോപുരത്തിലിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ സാധാരണക്കാരൻ്റെ ശബ്ദത്തെ, സാധാരണക്കാരൻ്റെ മോഹത്തെ, സാധാരണക്കാരൻ്റെ ആഗ്രഹങ്ങളെ, അവൻ്റെ അവകാശങ്ങളെ അതിമോഹം എന്ന് തോന്നും. കാരണം ഒരു പണിയും ചെയ്തില്ലെങ്കിലും എല്ലാ മാസവും മുടങ്ങാതെ കൈവിറക്കാതെ നിങ്ങൾക്ക് ശമ്പളം ഒപ്പിട്ട് വാങ്ങാൻ കഴിയുന്നുണ്ടല്ലോ. നിങ്ങൾ വാങ്ങുന്ന ഈ ശമ്പളമുണ്ടല്ലോ, ഒരു നാണവുമില്ലാതെ, ഒരു മാനവുമില്ലാതെ, ഒരു അഭിമാനബോധവുമില്ലാതെ, ഒരു പണിയും ചെയ്യാതെ, വിദ്യാർത്ഥികളെ കേൾക്കാതെ, വിദ്യാർത്ഥി ആവശ്യങ്ങൾ പരിഗണിക്കാതെ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ ഇടപെടാതെ, സ്വന്തം കസേരയിൽ ഇരിക്കുന്നതിൻ്റെ പണി ചെയ്യാതെ നിങ്ങൾ ഒപ്പിട്ട് വാങ്ങുന്ന ആ ശമ്പളം കൊണ്ട് എത്ര മണിമാളിക നിങ്ങൾ ഈ കേരളത്തിൽ കെട്ടുയർത്തിയാലും ഒരു രാത്രി പോലും മിസ്റ്റർ മോഹനൻ കുന്നുമൽ നിങ്ങൾക്കതിനകത്ത് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ലെന്ന് മോഹനൻ കുന്നുമൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ പറയുന്നു, ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കൾ പറയുന്നു, നിങ്ങൾ ഈ കേരള സർവകലാശാലയെ നശിപ്പിക്കാൻ ചേക്കേറിയിരിക്കുന്ന ആളാണ്. എൻ്റെ നാട്ടിലെല്ലാം ഒരു നാടൻ പ്രയോഗമുണ്ട്, ഇരിക്കുന്നിടം മുടി
മുടിക്കുന്നവന്മാരെന്ന്. യഥാർത്ഥത്തിൽ ആ നാടൻ പ്രയോഗത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരള സർവകലാശാലയിലെ VC എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇരിക്കുന്നിടം മുടിക്കുന്നവനാണ് മോഹനൻ കുന്നുമ്മൽ. ഇരിക്കുന്നിടം മുടിക്കുന്നവനാണ് മോഹനൻ കുന്നുമ്മൽ. ഇരിക്കുന്നിടം നശിപ്പിക്കുന്നവനാണ് മോഹനൻ കുന്നുമ്മൽ. ഇപ്പോൾ സർവകലാശാലയുടെ VCയുടെ കസേരയിലിരുന്ന് ആ സർവകലാശാലയെ നശിപ്പിക്കുന്ന പണിയാണ്, മുടിക്കുന്ന പണിയാണ് ഈ സർവകലാശാല വൈസ് ചാൻസലർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇരിക്കുന്നിടം മുടിക്കുന്ന പണി സർവകലാശാല വൈസ് ചാൻസലർ അവസാനിപ്പിക്കണം. ഈ കേരളത്തിനകത്ത് ഈ കേരളത്തിൻ്റെ പുരോഗമന വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഈ VC നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഞങ്ങൾ പരാജയപ്പെടുത്തും. സാധാരണപ്പെട്ട വിദ്യാർത്ഥിയുടെ ശബ്ദമുയർത്തി ഞങ്ങൾ ഈ കേരളത്തിലെ സർവകലാശാലകളിൽ സമരമുയർത്തും. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ അത് ചുമന്നുകൊണ്ട് നടക്കുന്ന കഴുതയെ പോലെയാണ് ഈ മോഹനൻ കുന്നുമ്മൽ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴുത കാമം കരഞ്ഞു തീർക്കുന്ന പോലെയാണ് മോഹനൻ കുന്നുമ്മൽ ആ കസേരയിലിരുന്ന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് SFIക്കാർ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളിരിക്കുന്ന കസേരയുടെ വലിപ്പം മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് നിങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാവുന്നില്ല. കുങ്കുമം ചുമക്കുന്ന കഴുതയേക്കാൾ ദയനീയമാണല്ലോ മോഹനൻ കുന്നുമ്മലെ താനെന്ന് സ്വയം കണ്ണാടി നോക്കി വിലപിക്കണ്ട. മോഹനൻ കുന്നുമ്മലിൻ്റെ കാലം അതിവിദൂരമല്ലാതെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടർച്ചയായി ഈ ഏറ്റെടുക്കുന്ന സമരത്തിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോവാതെ കേരള സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം, സമര പോരാട്ടങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഈ പോരാട്ടത്തെ മുന്നോട്ട് നയിക്കുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.